ഞങ്ങളിപ്പോൾ കട്ടേമളവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരുന്നേ. കട്ടേമളവാടി ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ റൈറ്റിലേക്കാണ് പോകുന്നത്. റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 15-20 കിലോമീറ്ററോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് കട്ടേമളവാടി എന്നാണ് സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത്, നേരെ വെച്ചാൽ റൈറ്റ് ചെയ്ത് നേരെ പോകുന്നതാണ്. ഇത് അവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇത് ഞങ്ങൾ നേരെ പോകുന്നതാണ് ഡോർനെല്ലിയിലേക്കാണ് പോകുന്നത്. ഡോർനെല്ലി ഈ റോഡ് KR നഗരം പോയിട്ട് പോകാം, അല്ലാതെ ഒരു മൺ റോഡുണ്ട്, ഒരു ഏട്ട റോഡ്, അതിലേ കൂടി പോകാം. പക്ഷേ ഞങ്ങൾ KR നഗരം പോയിട്ടേ പോകുന്നുള്ളൂ. ഇപ്പോൾ ഡോർനെല്ലിക്ക് മുമ്പ് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഇവിടെ ഇത് പിടിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട ലെഫ്റ്റാണ്, അല്ലെങ്കിൽ അത് മറന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ ഓൺ ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം. റൈറ്റ് അതേതോ നാട്ടിലേക്ക് പോകുന്നതാണ്. ശരി, അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത സ്ഥലത്ത്, അതായത് KR നഗരം ചെന്നിട്ട് ഞാൻ ഇനി പറയാം. ഓക്കെ, ഞങ്ങളിപ്പോൾ KR നഗറിൻ്റെ ബോർഡറിലെത്തി. അതായത് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ KR നഗരമായി. KR നഗർ ടൗണിൻ്റെ തുടക്കമാണത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് KR നഗരത്തിൻ്റെ സിറ്റി. അപ്പോൾ എല്ലാ സ്ഥലത്തും റോഡ് പണി നടക്കുന്നത് കൊണ്ട് റോഡാകെ ഒരു വാഹനങ്ങൾ ഓടിച്ചു പോകാൻ കുറച്ച് പ്രയാസകരമാണ്. പക്ഷെ ഇതൊക്കെ ഇനി ടാറിങ് ചെയ്തു വരുമ്പോഴേക്കും വളരെ ഒരു നല്ല റോഡായി മാറും. ഞങ്ങളിനി പോകേണ്ടത് 1.5 കിലോമീറ്റർ ചെന്നതിന് ശേഷം റൈറ്റിലേക്കാണ് പോകേണ്ടത്. ടൗണാണ്. ടൗണിൻ്റെ ഇരുവശവുമാണ് കെട്ടിടങ്ങളൊക്കെ. ഈ ടൗണിന് പുരോഗമിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ സൈറ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് സൈറ്റ് ധാരാളം സ്ഥലത്ത് സൈറ്റുണ്ട്, വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വരികയാണ്. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാം. ആ വൃത്തം, ആ സർക്കിളിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. തിരിഞ്ഞ് വരണം. ഇങ്ങനെ പോയി ഒരു റൗണ്ട് ഇട്ട് നമ്മൾ തിരിച്ച് ഞങ്ങൾ KR നഗറിലേക്ക് പോകണം. ഇവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വാഹനം ഓടിക്കേണ്ട നിയമങ്ങളൊന്നും അറിയില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ഓടിക്കും. നമുക്ക് സേഫ്റ്റി ആയിട്ട് പോകണോണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം വാഹനം ഓടിക്കാൻ അറിയാമെന്നല്ല, അതിൻ്റെ നിയമങ്ങളോ നിയമവശങ്ങളോ ഒന്നും അറിയാത്ത പലരും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നമ്മളെല്ലാ സ്ഥലത്തും ഈ കർണാടക സ്റ്റേറ്റ് ചില സിറ്റികളിൽ, ഇന്നത്തെ മെയിൻ സിറ്റി അല്ല, ഇങ്ങനത്തെ ചെറിയ സിറ്റികളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാൻ. ഏത് വശം അവർക്ക് റോഡ് കാണും, അല്ലെങ്കിൽ നോണ്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതല്ല, അവരതിൻ്റെ നിയമം അനുസരിച്ച് പോകാൻ നിൽക്കില്ല. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് വരിക. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തന്നെ തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും, ഇനി തെറ്റുണ്ടെങ്കിൽ നമ്മളെ വെറുതെ വിടുക. തെറ്റില്ലെങ്കിൽ തന്നെ അവരെല്ലാം കൂടി നമ്മളെ തെറ്റുകാരാക്കി വേണ്ട എന്തെങ്കിലുമൊക്കെ അവർ നമ്മളോട് ചെയ്യും. അതുകൊണ്ട് വളരെ വാഹനം ഓടിച്ച് വരുന്ന എല്ലാവരും ശ്രദ്ധിച്ച് വരിക. നമ്മൾ അവർ ശ്രദ്ധിക്കുമെന്ന് ഉദ്ദേശിക്കരുത്, നമ്മളതിനെ ശ്രദ്ധിച്ച് പോവുക. വളരെ നല്ലതായിരിക്കും. ഞാനത് ഞങ്ങളിനി കുറച്ച് മുമ്പ് നിന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് പോകുന്നത്. അതാണ് ഡോർനെല്ലി പോകുന്ന വഴി. പിന്നെ നേരെ പോകുന്ന വഴി
അത് ലുവാല മൈസൂർ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. ലെഫ്റ്റിലേക്കൊരു ബോർഡും കൂടിയുണ്ട്, അന്തീസ് പുണ്യാളൻ്റെ ചർച്ചിലേക്ക് പോകാനായിട്ട്. ഇത് തന്നെ കാണുന്ന ഡോർണള്ളിയിലേക്ക് പോകുന്ന റോഡാണ്, ചൗക്കള്ളി. ഇങ്ങനെ കൂടെ സെയിൻറ്റ് ആൻ്റണീസ് ബസലിക്കയിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ അത് നേരെ പോവുകയാണെങ്കിൽ അത് മൈസൂരിലേക്കാണ്. ഇതാണ് നമ്മൾ പോകേണ്ട റോഡ്. ഇവിടെയൊക്കെ ഒരു ടൈമിൽ നെൽപ്പാടങ്ങളായിരുന്നു. ഇപ്പം ഇതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് വേറെ കൃഷികളൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ ദേവാലയം കണ്ടു തുടങ്ങിയത് അങ്ങേറ്റത്താണ്. അത് ഇത് ലോങ് ആയതുകൊണ്ട് കാണുന്നില്ല. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കുറച്ച് ദൂരം കൂടി പോയാൽ ഡോർണള്ളി സെയിൻറ്റ് ആൻ്റണീസ് ബസലിക്ക ചർച്ചിലേക്ക് നമ്മൾ എത്താറായി. ഇവിടെ നിന്ന് ഇനി നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നത്. റൈറ്റിലേക്ക് പോയി ഈ പോകുന്ന റോഡ് KR നഗര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അങ്ങനെ മൈസൂർ, മംഗലാപുരം. ഇത് നമ്മുടെ പള്ളിയിലേക്ക്, ഡോർണള്ളി പള്ളിയിലെ ഏറ്റവും അടുത്ത്. നമ്മുടെ സെയിൻറ്റ് ആൻ്റണീസ് ബസലിക്ക ദേവാലയത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തി. ഇതാണ് ദേവാലയം. അപ്പുറം കൂടി പോകാം. ചേട്ടവൻ പോകുന്ന ബസ് നോക്കുക എങ്ങനെയാണ്. അവൻ തിരിച്ചാ ഇത് കണ്ട വളവിനകത്താണ് തിരിക്കുന്നത്. അതാ പറഞ്ഞത്, അവനൊക്കെ വെറുതെ വണ്ടി ഓടിക്കാൻ അറിയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിയമം അറിയും. ഞങ്ങൾ ഡോർണള്ളി ദേവാലയത്തിൻ്റെ അടുത്തെത്തി. കൊടിമരമാണിത്. കൊടിമരത്തിൻ്റെ അടുത്ത് ഇനി ദേവാലയത്തിലേക്ക് പോകാനായിട്ടിരിക്കുകയാണ്. ഉച്ചക്ക് കൊണ്ട് ഞാൻ പറയുന്നൊന്നും ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ദയവായി ഇത് കാണുക. ഇനി എല്ലാ ദിവസത്തേക്കായാലും തിരക്ക് കാണുന്നുണ്ട്. കാരണം അത് ലാസ്റ്റ് മാസമാണ്. ഞാൻ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വരികയില്ല. പിന്നെ അതിനുദ്ദേശിച്ച് ലീവെല്ലാം കണക്കേക്ക് വന്ന ആൾക്കാരായിരിക്കും. പിന്നെ അത് മാത്രമല്ല, മാസത്തിൻ്റെ എല്ലാ ആദ്യ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഏറ്റവും
വിശേഷമായിട്ടുള്ള ആരാധനാക്രമങ്ങളും ആശീർവാദങ്ങളും ഒക്കെ ഉണ്ടാകും.